കുഞ്ഞ് വെള്ളം എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് അതവിടെ സ്പിൽ ചെയ്തു. എന്തായിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വേറെ ഒരു കാര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന വികാരം? എത്ര തവണ പറഞ്ഞിട്ടുണ്ട് കെയർഫുൾ ആയിരിക്കണം എന്നുള്ളത്. കുഞ്ഞറിഞ്ഞോ അറിയാതെയോ കയ്യിൽ നിന്ന് വെള്ളം പോയി, ഇനി നമുക്ക് തുടയ്ക്കുകയേ നിർവാഹമുള്ളൂ. അപ്പോ പെട്ടെന്ന് ആ ദേഷ്യം കാണിക്കുന്നതിന് പകരം ആ ഒരു സമയത്ത് നമ്മളൊരു പോസ് എടുക്കുക, സ്റ്റാർട്ട് ബ്രീതിങ്. So slowly you will come back to the reality and it will help you reduce and calm yourself. ഈ ഒരു ബ്രീതിങ് ടെക്നിക്ക് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കുഞ്ഞ് എന്തുകൊണ്ടാണ് ആ ഒരു ബിഹേവിയർ കാഴ്ചവെച്ചത് എന്നുള്ളത് അനലൈസ് ചെയ്യാനുള്ള ഒരു സമയം കൂടിയാണ് കിട്ടുന്നത് കേട്ടോ. അത് നമ്മുടെ അറ്റൻഷന് വേണ്ടിയിട്ടായിരുന്നോ കുഞ്ഞത് ചെയ്തത്? അല്ല. കുഞ്ഞ് കുറച്ചു നേരമായിട്ട് നമ്മളോട് എന്തെങ്കിലും പറയുന്നുണ്ടായിരുന്നോ? അതല്ല. കുഞ്ഞിന് ഉറക്കമോ വിശപ്പോ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനും, അല്ല സ്ഥിരമായിട്ട് കുഞ്ഞ് എന്തെങ്കിലും മിസ്ബിഹേവിയേഴ്സ് കാണിക്കുന്നുണ്ടോ എന്ന് അനലൈസ് ചെയ്യാനായിട്ട് നമ്മളെ ഈ ബ്രീതിങ് ടെക്നിക്ക് ഹെൽപ്പ് ചെയ്യും. നേരെ മറിച്ച് നമ്മുടെ ദേഷ്യമാണ് മുന്നിൽ നിൽക്കുന്നതെങ്കിൽ നമ്മളും ദേഷ്യപ്പെടും, കുഞ്ഞ് കരച്ചിലായി വിളിയായി ബഹളമായി അങ്ങനെ ഒരു വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകും. പക്ഷെ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, വി നീഡ് ടു അനലൈസ് ആ ചൈൽഡ്സ് ബിഹേവിയർ ആസ് വെൽ. സോ അതിന് നമ്മൾ കാമായിട്ട് നിൽക്കണം.